ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഐനോക്സ് ഇന്ത്യ എന്നുള്ള ഒരു IPOൻ്റെ വീഡിയോ ആണ്. സോ ആദ്യം നമുക്കതിൻ്റെ ബിസിനസ് നോക്കാം, അതിന് ശേഷം അതിൻ്റെ ഫൈനാൻഷ്യലും കാര്യങ്ങളും നോക്കാം. എന്നിട്ട് നോക്കാം നമുക്കത് അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഈ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ എത്രയായിരിക്കും അതിൻ്റെ റിട്ടേൺസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, സോ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻഡസ്ട്രി സെർവ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ഗ്യാസ്, LNG സിസ്റ്റം, ക്രയോ സയൻറ്റിഫിക്, ബെവറേജസ്, കെക്സ് എന്നുള്ള ഇൻഡസ്ട്രിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഇൻഡസ്ട്രിയിൽ അവർ എന്തൊക്കെ സപ്ലൈ ചെയ്യുന്നത്: സ്റ്റോറേജ് ടാങ്ക്, ട്രാൻസ്പോർട്ട് ടാങ്ക്സ്, മൈക്രോ ബൾക്ക് യൂണിറ്റ്സ്, വേപ്പറൈസിങ് പൈപ്പ് ഇന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം നമ്മൾ AC-യിലൊക്കെ AC-യിലൊക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് യൂസ് ഉള്ളത്. സോ ആദ്യം നമുക്ക് നോക്കാം കമ്പനീനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയിരിക്കുന്നത് 1976-ലാണ്. ഇത് മോസ്റ്റ്ലി മാനുഫാക്ചററാണ് ക്രയോജനിക് എക്യുപ്മെൻറ്റ്സിൻ്റെ. ഓക്കെ, സോ നേരത്തെ കണ്ട പോലെ ഇൻഡസ്ട്രിയൽ ഗ്യാസ്, LNG, ക്രയോ സയൻറ്റിഫിക്സ് ഇന്ന ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇവർ കൂടുതലും സെർവ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത് ക്രയോ സയൻറ്റിഫിക് ഇവരുടെ മോസ്റ്റ്ലി ഫോക്കസ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രയോജനിക് ആയ കാരണം ഇവിടെ ക്ലയൻറ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇസ്രോ ഉണ്ട്, ഹുണ്ടായി കൺസ്ട്രക്ഷൻ, പിന്നെ ഗ്ലോബൽ ENC സൊല്യൂഷൻ ഇന്ത്യ ലിമിറ്റഡ്, കാരിബിയൻ LNG, ഇങ്ങനത്തെ നിരവധി ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സാണ് ഇവർക്കുള്ളത്. സോ ഇതിൻ്റെ മോസ്റ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ്. ആസ് ഓഫ് സെപ്റ്റംബർ 2023 66 കൺട്രീസിൽ ഇവർ അവരുടെ പ്രൊഡക്റ്റും സർവീസും കൊടുക്കുന്നുണ്ട്. US, സൗദി അറേബ്യ, UAE, ബ്രസീൽ, കൊറിയ, നെതർലാൻഡ് ഇന്ന കൺട്രീസിലെല്ലാം അവർ സർവീസ് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 66 കൺട്രീസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്കൻഡ് കാര്യം ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഓർഡർ ബുക്കാണ്. ഇത്രയും 10,366 മില്യൻ്റെ ഓർഡർ ബുക്കാണ്. സോ ഗ്യാരണ്ടി ആയിട്ട് ഇത് ഫ്യൂച്ചറിൽ പ്രോഫിറ്റിന് ഉണ്ടാക്കുള്ളൂ എന്നുള്ളതിൻ്റെ ഫുൾ ഗ്യാരണ്ടിയാണ് ഈ ഒരു ഓർഡർ ബുക്കിൻ്റെ ഈ ഒരു എമൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ IPOൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. സോ ഇത് IPO December 14 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. December 18 വരെയാണ് ലാസ്റ്റ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 2 റുപ്പീസാണ്. പ്രൈസ് ബാൻഡ് 627 to 660 ആണ്. സോ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, 660-ൽ അപ്ലൈ ചെയ്യുക, എന്നാലേ കിട്ടാനുള്ള ചാൻസസ് കൂടുള്ളൂ. ഇതിൻ്റെ ലോട്ട് സൈസ് 22 ഷെയർസ് ആണ്. സോ സംതിങ് അറൗണ്ട് 14,000 അടുത്ത് ഇതിൻ്റെ വാല്യൂ വരും. സോ ഈ ഒരു കാര്യം കുറച്ചൊരു നെഗറ്റീവ് ആണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ നേരത്തെ ഞാൻ കാണിച്ച പോലെ ഓർഡർ ബുക്ക് ഉള്ള കാരണമാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഓഫർ ഫോർ സെയിലാണ്. അതിൻ്റെ അർത്ഥം മോസ്റ്റ്ലി ഈ ഒരു IPOയിൽ വരുന്ന എല്ലാ ഷെയറുകളും ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ അടുത്തു നിന്നുള്ള ഷെയർ ആണ് അവർ വിൽക്കുന്നത്. സോ ഈ പൈസ അവർ അവരുടെ ബിസിനസ്സിലല്ല യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ ഡയറക്റ്റ് പോക്കറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, സോ IPO ഓപ്പൺ ആകുന്ന ഡേറ്റ് December 14 ആണ്. ക്ലോസ് ആകുന്നത് 18 ആണ്. അലോട്ട്മെൻറ്റ് 19 തുടങ്ങും. ഇനീഷ്യൽ റീഫണ്ട് ആക്കണം. കിട്ടാത്തത് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ തിരിച്ച് കിട്ടുന്ന ദിവസം 20 December ആണ്. ഡിമാറ്റിൽ ക്രെഡിറ്റ് ആവുന്നത് 20th ആണ്. ഓക്കെ, ഇതാണ് IPOയുടെ ഡീറ്റെയിൽസ്. ഇനി അടുത്തത് നമുക്ക് അവരുടെ ഇത് റിസർവേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് IPOൻ്റെ റിസർവേഷനാണ്. IPOൻ്റെ റിസർവേഷനിൽ നിങ്ങൾക്ക് കാണാം, ഇത് റീറ്റെയിൽസിന് വേണ്ടിയിട്ട് 35% ആണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം റീറ്റെയിലേഴ്സ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ളത് പഴയതൊക്കെ 20%, 15% ഒക്കെ ആയിരുന്നു. സോ QIB 15% ആണ്. റീറ്റെയിലേഴ്സിന് കിട്ടാനുള്ള ചാൻസ് കൂടാനുള്ള കാരണം ഈ ഒരു 35% ആണ്. ഓക്കെ, സോ നേരത്തെ നമ്മൾ കണ്ട പോലെ ഒരു ലോട്ട് സൈസിൽ 22 ഷെയർസ് ഉള്ളത് 14,520 ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് വേണ്ടത്. അടുത്തത് നമുക്കിതിൻ്റെ IPOൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കാം. സോ നിങ്ങൾ നേരത്തെ കണ്ട പോലെ OFS ആണ്. OFS ആകുമ്പോൾ
ഈ ഒരു പ്രൊമോട്ടേഴ്സാണ് അവരുടെ ഷെയർ വിൽക്കുന്നത്. സോ 99% നിന്ന് അത് 75.46 ആണ്. അപ്പോൾ സെബിൻ്റെ റൂളിലും 75%-നേക്കാളും കൂടുതൽ വരാൻ പാടില്ല. സോ ഈ 0.46% അവർ ഫ്യൂച്ചറിൽ ഡിസോൾവ് ചെയ്യുമായിരിക്കും. സോ ഇതാണ് നല്ല കാര്യം എന്ന് വെച്ചാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 75% വരെ ഹോൾഡ് ചെയ്യും ഈ ഒരു OFS നടന്നതിൻ്റെ ശേഷം, ഈ ഒരു IPO ലിസ്റ്റ് ആയതിൻ്റെ ശേഷവും. ഇനി പെട്ടെന്ന് നമുക്കതിൻ്റെ ഫൈനാൻഷ്യൽസ് കാണാം. ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിസ്റ്റ് ആണത് 30 സെപ്റ്റംബർ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് 6 മന്തിൻ്റെ റിപ്പോർട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. 2021 687 ആയിരുന്നു, ഇൻക്രീസായി ഇപ്പോൾ ഇതാ വീണ്ടും വെറും 6 മാസം കൊണ്ട് പ്രീവിയസ് ഇയറിൻ്റെ ഒരു ഫുൾ വർഷത്തിൻ്റെ അത്ര ഇവർ 6 മന്ത് അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ വീണ്ടും ഒരു 6 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റവന്യൂ ആണെങ്കിൽ തന്നെ 600 to 800 900. സോ ഇനി അത് ഒരു 1200 അടുത്ത് എന്തായാലും പോകും. പിന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 96 ആയിരുന്നു, 130 ഇൻക്രീസായി 150 ആയി. ഇനി അത് 206-നേക്കാളും കൂടുതലായിരിക്കും. സോ പ്രോഫിറ്റും കൂടുന്നുണ്ട്, റവന്യൂ കൂടുന്നുണ്ട്, അസറ്റും കൂടുന്നുണ്ട്, നെറ്റ്വർത്ത് ആണെങ്കിൽ അതും കൂടിയോണ്ട് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, സോ റിസർവ്സ് ആൻഡ് സർപ്ലസ് അത് ബ്ലാങ്ക് ആണ്. സോ ബോറോയിങ്സ് വെറും 31 ആണ്, 31 crore. ഇവരെ നെറ്റ്വർത്ത് 554 crores ആണ്. സോ ഈ ബോറോയിങ് ഒന്നുമല്ല എന്ന് നമുക്ക് പറയാം. സോ ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇതിൻ്റെ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നോക്കാം. സോ ഇതിൻ്റെ PE 39 ആണ്, കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. പിന്നെ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 5990. ROE സൂപ്പർബാണ്, 27 ആണ്. ROCE അതും ഗ്രേറ്റ് ആണ്, 36. EPS 16.8. ഫണ്ടമെൻ്റലി അത് നല്ലൊരു EPS ആണ്. പിന്നെ റവന്യൂ നെറ്റ്വർത്ത് 27.79. സോ നിങ്ങൾക്ക് കാണാം ROEയും റവന്യൂ നെറ്റ്വർത്ത് സെയിം ആണ്, ബിക്കോസ് ഡെറ്റ് ഇല്ലാത്ത കമ്പനിയാണ്. സോ നമുക്കിതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് നോക്കാം. ഫൈനൽ വെർഡിക്റ്റ്, ബിസിനസ് നല്ലൊരു ബിസിനസ്സാണ്, ക്രയോജനിക് ആണ്, അവരുടെ കസ്റ്റമറും സൂപ്പർബാണ്. ഇസ്രോ, ഹുണ്ടായി കൺസ്ട്രക്ഷൻ, അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് ഉള്ളത്. കമ്പനിയിൽ ഡെറ്റ് ഇല്ല. പ്രൊമോട്ടറിൻ്റെ ഹോൾഡിംഗ് 75% ആണ്. സോ അത് ഗുഡാണ്. സോ എക്സ്പെക്റ്റഡ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഒരു 40 times ആയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രൈസ് ബാൻഡ് 660 അപ്ലൈ ചെയ്യാം, കാരണം അപ്ലൈ ചാൻസ് കിട്ടാൻ കൂടുതലുള്ളൂ. പിന്നെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ റീറ്റെയിലേഴ്സിന് 35% ആണ് അലോട്ട് ചെയ്തത്, അപ്പോൾ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലിസ്റ്റിംഗ് ഗെയിൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 30 to 45% ആണ് റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഇനി നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതിനെ പറ്റി അറിയണമെങ്കിൽ ഇത് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്തും കൊടുക്കാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.